നമസ്കാരം. കാരുണ്യത്തിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ജീവിതം അനവധി അവസ്മരണീയങ്ങളായ സംഭവങ്ങളാലും അനുഭവങ്ങളാലും സമ്പന്നമായിരിക്കും. അവയിൽ സന്തോഷത്തിൻ്റെയും ശോകത്തിൻ്റെയും പ്രതീക്ഷയുടെയും നൈരാശ്യത്തിൻ്റെയുമെല്ലാം പല പല ഭാവങ്ങൾ കലർന്നിരിക്കും. ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങൾ നിറഞ്ഞതാണ് ഒരു മനുഷ്യജന്മം. എന്നാൽ ജീവിതം ഉടനീളം ശോകഭരിതമായ അനുഭവങ്ങൾ മാത്രമുള്ളവരും ഈ ഭൂമുഖത്തുണ്ട്. നിരന്തര യാതനകളിലൂടെ മരിച്ചു ജീവിക്കുന്ന അത്തരം ഹതഭാഗ്യരെ പറ്റിയുള്ള ഈ കാരുണ്യം പരിപാടിയിൽ ഈ ആഴ്ച കരുണയുടെ കരസ്പർശത്തിനായി നമുക്ക് മുന്നിൽ നിൽക്കുന്ന സുരേഷ് കുമാറിന്റെ ജീവിതം ഒരു ദുരന്ത കാവ്യം പോലെ ഒടുങ്ങാത്ത വേദനകൾ നിറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്കിൽ താമസിക്കുന്ന ലീലാബായി രാജപ്പൻ ദമ്പതികൾക്ക് 2 ആൺമക്കളാണ്. അതിൽ മൂത്ത ആളാണ് സുരേഷ് കുമാർ. സാമ്പത്തികമായി ഒട്ടും തന്നെ ഭദ്രതയില്ലാത്ത ഒരു കുടുംബത്തിലാണ് സുരേഷ് കുമാർ മൂത്ത പുത്രനായി ജനിച്ചത്. അതിനാൽ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ മെച്ചപ്പെട്ട ഉദ്യോഗം നേടാനോ സുരേഷ് കുമാറിനായില്ല. സ്വന്തം കുടുംബത്തെ നിത്യദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും കരകയറ്റാൻ ചെറുപ്പത്തിലെ സുരേഷ് കുമാർ ഒരു ഓട്ടോ ഡ്രൈവറായി മാറി. വളരെ കാലമായി സുരേഷ് കുമാറിന്റെ കഠിനാധ്വാനത്തിലാണ് ഈ കുടുംബം ഒരുവിധം കഴിഞ്ഞു പോകുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് കുമാറിന്റെ അച്ഛൻ രാജപ്പൻ മരിച്ചതോടെ ഈ കുടുംബത്തിന്റെ സർവ ഉത്തരവാദിത്വവും സുരേഷ് കുമാറിന്റെ അധ്വാനത്തെ ആശ്രയിച്ചായി. ഈ സുരേഷ് കുമാർ വളരെ സാധാരണപ്പെട്ട ഒരു തൊഴിലാളിയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളി. അയാളെ സഹായിക്കാനുള്ള സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബാംഗങ്ങളും ഇപ്പോൾ ഇല്ല. വളരെ ആദർശികമാണ്. അയാൾക്ക് 2 വൃക്കയും തകരാറായി മാസങ്ങളോളം സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ തന്നെ ചികിത്സയിലിരുന്നു. വലിയ സാമ്പത്തിക ബാധ്യത ഈ കുടുംബം ഇപ്പോൾ നേരിടുകയാണ്. നമ്മുടെ പ്രദേശത്തുള്ള സാധാരണ ആളുകൾ, അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തന മേഖലയായ പീപ്പിൾസ് റീഡിംഗ് റൂമിൻ്റെ ചെറിയ സഹായം, അതുപോലെ തന്നെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് വളരെ ഈ പ്രദേശത്തെ ആളുകളെ കണ്ട് സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായി ഒട്ടും തന്നെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിലെ ചിത്ര എന്ന പെൺകുട്ടിയെ സുരേഷ് കുമാർ സ്വഭാവശുദ്ധിയാണ് ഏറ്റവും വലിയ ധനം എന്ന നിലയിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ വിവാഹം കഴിച്ചു. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൂജ ചെയ്തു വാങ്ങിച്ച താലി കണ്ണേറ്റുമുക്കിലെ ഈ വധുഗൃഹത്തിൽ വെച്ച് വധുവിന്റെ കഴുത്തിൽ അണിയിച്ചു. സ്വന്തക്കാരും ബന്ധുക്കളുമായി വളരെ കുറച്ചുപേർ അടങ്ങുന്ന അതിഥികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു സുരേഷ് കുമാറിന്റെയും ചിത്രയുടെയും വിവാഹം വളരെ ലളിതമായി നടന്നത്. സാമ്പത്തികമായി തീർത്തും പിന്നോക്കം നിൽക്കുന്ന സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് കയറിക്കിടക്കാൻ ഒരു കൊച്ചു കിടപ്പാടം പോലും ഇല്ലെന്ന നിലയിൽ വധുഗൃഹക്കാർ നൽകിയ 1 സെന്റ് സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു മുറി പണിതാണ് സുരേഷ് കുമാറും അമ്മയും ഭാര്യയും മകളും ഇവിടെ താമസം തുടങ്ങിയത്. സുരേഷ് കുമാറിന്റെ മകൾ ആര്യ ഇപ്പോൾ ഹോട്ടങ്കിൽ സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എടുത്തു പറയത്തക്ക വിധം സ്വന്തമായി ഒന്നും തന്നെ ഇല്ലെങ്കിലും വൃദ്ധയായ അമ്മയെയും ഭാര്യയും മകളുമടങ്ങുന്ന കൊച്ചു കുടുംബത്തെയും
ഒരു കുറവും അറിയിക്കാത്ത വിധം സുരേഷ് കുമാർ രാപ്പകൽ വിശ്രമമില്ലാതെ അത്യധ്വാനം ചെയ്ത് സംരക്ഷിച്ചു പോന്നു. ആരോഗ്യം കൈമുതലുള്ളവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ എന്ന ആത്മവിശ്വാസമാണ് സുരേഷ് കുമാറിനെ സധൈര്യം മുന്നോട്ടു നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഇദ്ദേഹത്തിന്റെ എല്ലാ ശുഭാപ്തി വിശ്വാസങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലായിരുന്നു. സുരേഷ് കുമാർ ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയ ശമ്പളത്തിന് ജോലിക്ക് പോവുകയാണ്. മകൾ 6ാം സ്റ്റാൻഡേർഡ് കോട്ടയം ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഭൂരിഭാഗം ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. അവർ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും ഇദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായി മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് പല കാര്യങ്ങളും നടക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നതെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്ന പല അനിഷ്ട സംഭവങ്ങളും കൂടുതൽ ഗുരുതരമായി തീരുന്നത് നമുക്ക് ചുറ്റുമുള്ള വ്യവസ്ഥിതിയുടെ പോരായ്മ കൊണ്ടാണെന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ്. സുരേഷ് കുമാറിന്റെ അനുഭവം ഇതിൽ നിന്നു വിഭിന്നമായിരുന്നില്ല. സ്വന്തം കഠിനാധ്വാനം മാത്രം കൈമുതലായി വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ പൂർണ്ണ ചുമതലയും സസന്തോഷം ചുമലിലേറ്റി മുന്നോട്ടുള്ള പ്രയാണത്തിനിടയ്ക്ക് തീർത്തും അപ്രതീക്ഷിതമായാണ് സുരേഷ് കുമാറിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് വലിയൊരു തിരിച്ചടി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായത്. 14 മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് കുമാറിന് ഒരു ശ്വാസമുട്ടൽ ഛർദിയും അനുഭവപ്പെട്ടു. ആദ്യം അതത്ര കാര്യമാക്കിയില്ലെങ്കിലും കാലിൽ നീരുവന്ന് വീക്കം അധികമായതോടെ ജഗതിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമായി. അവിടെ വെച്ച് ഈ അസുഖം ഏതോ ഗൗരവതരമായ ശാരീരിക പ്രശ്നമാണെന്ന് അറിഞ്ഞതിനാലാവാം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ജനറൽ ആശുപത്രിയിൽ വെച്ച് രക്തം പരിശോധിച്ചപ്പോഴാണ് ലോകമേ തലകീഴായി മറിയുന്നത് പോലെ സുരേഷ് കുമാർ ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത്. തന്റെ കിഡ്നി രണ്ടും പ്രവർത്തനരഹിതമാണെന്നറിഞ്ഞ് ഭാവി ജീവിതമേ ഇരുൾമയമായതറിഞ്ഞ് ഇദ്ദേഹം സ്തംഭിച്ചുപോയി. എന്നാൽ ആപത്ഘട്ടത്തിൽ നിഷ്ക്രിയനായി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നറിഞ്ഞ സുരേഷ് കുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജേക്കബ് ജോണിന്റെ ചികിത്സയിൽ 4 മാസത്തിൽ 8 ഡയാലിസ് ചെയ്തു. തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ശാരീരിക അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് പ്രസ്തുത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡയാലിസ് ചെയ്തത് PRS ആശുപത്രിയിലേക്ക് മാറ്റി. 10 മാസത്തെ ചികിത്സ അവിടെയും നടത്തി. എനിക്ക് കിഡ്നി രോഗം ബാധിച്ചിട്ട് 1 വർഷത്തോളമായി. എനിക്ക് ഒരു 15 വയസ്സുള്ള ഒരു മകളും ഒരു ഭാര്യയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷത്തോളമായി. എനിക്ക് 1 വർഷത്തിന് മുമ്പായിട്ട് ചെറിയൊരു വൊമിറ്റിങ് ഇതുപോലെ കാലിൽ നീരുമൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ച് അവിടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ജെൽ ഹോസ്പിറ്റലിലേക്ക് അവരവിടെ നിന്ന് വിട്ടായിരുന്നു. അവിടെ പോയി ജെൽ ഹോസ്പിറ്റലിൽ 1 ദിവസം അഡ്മിറ്റായി. അവിടെ ചെക്കപ്പ് കഴിഞ്ഞു. അവിടെ നിന്ന് അവർ ചെക്കപ്പ് ചെയ്ത 2 കിഡ്നി ഫെയിലിയറാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി 1 മാസത്തോളം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. ആ 1 മാസം ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് ഒരു 7-8 ഡയാലിസും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പിന്നെ ഒരു 10 മാസത്തോളം PRS ഹോസ്പിറ്റലിൽ ഡയാലിസ് ചെയ്തായിരുന്നു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവിടെ നിന്ന് നേരെ എടപ്പഴിഞ്ഞി SK ഹോസ്പിറ്റലിൽ ചികിത്സയിലായി. അങ്ങനെ ഇപ്പോഴാണ് ഈ അസുഖം നമുക്ക് മനസ്സിലാക്കുക. 1 വർഷത്തിനിപ്പുറമാണ്. 1 വർഷമായി മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയും എല്ലാം ആയിക്കൊണ്ടാണ് പിന്നീട് അവസാനമാണ് ഓപ്പറേഷന് അവർ ഡേറ്റ് ഇട്ടത്. ആ ഡേറ്റും പ്രകാരമാണ് എറണാകുളത്ത് പോയതും ചെക്കപ്പ് നടന്നതും. അതിന് ശേഷമാണ് ഇത് നീട്ടിവെച്ചത്. അതിന് പിന്നെ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം നേരിട്ടിട്ടുണ്ട്. അതിൽ ആദ്യം വന്ന സാമ്പത്തികം അമ്മയുടെ ഇതിനേക്ക് ചിലവാക്കി സുരേഷ് കുമാറിൻ്റെ. ഇങ്ങനെയൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്.
സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനാൽ തുടർന്നുള്ള ഡയാലിസ് പാങ്ങോട്ട് SK ആശുപത്രിയിലാണ് ചെയ്തത്. കണ്ണേറ്റുമുക്കിലെ പീപ്പിൾസ് ക്ലബ്ബും ലയൺസ് ആർട്സ് ക്ലബ്ബുമാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സ്വന്തം സഹോദരങ്ങളെ പോലെ സുരേഷ് കുമാറിനും കുടുംബത്തിനും സഹായഹസ്തവുമായി എത്തിയത്. ഈ രണ്ട് ക്ലബ് അംഗങ്ങളുടെയും സുദർഹ്യമായ സത്പ്രവർത്തനങ്ങൾ നാടൊട്ടുക്കും സേവനം ചെയ്യാൻ സ്ഥാപിതമായിരിക്കുന്ന മറ്റ് ക്ലബ് അംഗങ്ങളും മാതൃകയാക്കിയിരുന്നെങ്കിൽ സുരേഷ് കുമാറിന്റെ കുടുംബത്തെ പോലെ അവശത അനുഭവിക്കുന്ന അസംഖ്യം കുടുംബങ്ങൾ ആശ്വാസത്തിന്റെ അമൃതഗണം നുകരാൻ ഇടയാകുമെന്നതാണ് സത്യം. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകനാണ് കിഡ്നിയുടെ അസുഖം. അത് ചികിത്സിക്കാൻ വേണ്ടി കുറേ രൂപ വേണ്ടി വന്നു. അടുത്ത ഓപ്പറേഷൻ നടക്കണമെങ്കിൽ 5-6 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. അതിനുവേണ്ടി അവൻ പിന്നെ മോൻ ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. കൂലിപ്പണിയെടുത്താണ് മക്കളെ വളർത്തുന്നത്. അവന് ഒരു മകളുണ്ട്, 11 വയസ്സായ. അടുത്ത ഓപ്പറേഷന് വേണ്ടി ഇപ്പോൾ നല്ല ഓട്ടോ ഓടാൻ പറ്റാത്ത അവസരത്തിലാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ കാണുന്ന എല്ലാവരും, നാട്ടുകാരും എല്ലാവരും അവന് വേണ്ടി, അവൻ്റെ അസുഖത്തിന് നല്ലത് വരുന്നതിന് വേണ്ടി സഹായിക്കണം. എനിക്ക് എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് കുമാരേട്ടനെ പരിചയമുള്ളതാണ്. കുമാരേട്ടൻ ആട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ കുമാരേട്ടന് ഇങ്ങനെയാണ് 2 കിഡ്നി ഫെയിലിയർ ആയത്. അപ്പോൾ കുമാരേട്ടന് കിഡ്നി ഫെയിലിയറായി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ കുമാരേട്ടൻ്റെ അമ്മ കിഡ്നി മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കുമാരേട്ടൻ്റെ അമ്മയ്ക്ക് വന്നിട്ട് കിഡ്നിയിൽ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നപ്പോഴാണ് കുമാരേട്ടൻ്റെ അമ്മയ്ക്കും കിഡ്നി വാൽവിൽ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പൈസ, 3 മാസം റെസ്റ്റ് വേണം. അപ്പോൾ പൈസ ആവശ്യം വരും. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള പീപ്പിൾസ്, നമ്മുടെ ലേണേഴ്സ് ആർട്സ് ക്ലബ്ബ് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ നിങ്ങളെപ്പോലുള്ള കണ്ടുകൊണ്ടിരിക്കുന്നവർ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ സഹായിച്ച് കുമാരേട്ടൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതാണ്. കുമാരേട്ടനെ ചെറുതോട്ടെ അറിയുന്നുള്ള ആളാണ്. പുള്ളിക്ക് ഇപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പം ബാക്കിയുള്ളതെല്ലാം നോക്കുന്ന പുള്ളിയാണ്. പുള്ളി ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പോൾ 10-14 മാസമായിട്ട് ഇപ്പോൾ പുള്ളി വർക്കിനൊന്നും പോകാറില്ല. കാര്യം പുള്ളിയുടെ 2 കിഡ്നി ഇപ്പോൾ ഫെയിലറാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റിവെക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അവർ കിഡ്നി മാറ്റിവെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. സുരേഷ് കുമാറിന്റെ ഭാര്യ ചിത്ര ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരും MDയും ഇവർക്ക് ചെയ്ത സഹായങ്ങളും എടുത്തു പറയേണ്ടതാണ്. കിഡ്നി മാറ്റിവെച്ച് സുരേഷ് കുമാറിന് ഒരു പുനർജന്മം സാധ്യമാകൂ എന്ന നിലയിൽ അമ്മ ലീലാഭായി ഈ വാർദ്ധക്യത്തിന്റെ സഹജമായ ആശ്വാസങ്ങൾക്ക് ഇടയിലും സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാനായി കിഡ്നി കൊടുക്കാൻ തയ്യാറായെങ്കിലും ഇവർക്ക് പ്രമേഹം ഉള്ളതിനാൽ ഓപ്പറേഷൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്നും ഇവരെ നിർദാക്ഷിണ്യം പറഞ്ഞുവിടുകയാണുണ്ടായത്. നിത്യേന അനേകം രോഗികളെയും രോഗങ്ങളെയും മരണങ്ങളും കണ്ട് മരവിച്ചു പോയ ഡോക്ടർമാർ മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നുള്ളതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് സുരേഷ് കുമാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതിനിടയിൽ എങ്ങനെയും സുരേഷ് കുമാറിന്റെ ജീവൻ രക്ഷിക്കണമെന്ന വ്യാഗ്രതയിൽ കിംസ് ആശുപത്രിയെ സമീപിച്ചപ്പോൾ അവിടെ ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 8 ലക്ഷം ചെലവ് വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ PRS ആശുപത്രിയിലെ ഡോക്ടർ ഗീത മേഡത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്ത് ലൂർദ് ആശുപത്രിയിൽ തിരക്കിയപ്പോൾ 5 ലക്ഷം രൂപയിൽ ഈ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ഇതുപോലെ ഓപ്പറേഷന് വേണ്ടി ഇതുപോലെ PRS ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടു. അതിന് അവിടെ അമ്മയാണ് കിഡ്നി ആയിരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ചെക്കപ്പൊക്കെ ആയിരുന്നു. ചെക്കപ്പിൽ കാർഡിയോളജി ചെക്കപ്പിൽ ഇതുപോലെ അമ്മയ്ക്ക് ഹാർട്ടിനൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബ്ലോക്ക് മാറ്റിയാലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ.
അങ്ങനെ ഇത് അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. ഇനി 3 മാസം റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. അപ്പം ഇതിനുവേണ്ടി ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഓരോ സാമ്പത്തിക സഹായങ്ങളിവിടെ അടുത്തുള്ളവരൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കർണാടക ലേണേഴ്സ് ക്ലബ്ബ്, ടീച്ചേഴ്സ് ക്ലബ്ബ് അങ്ങനെ ഉള്ളവർ കുറച്ച് സാമ്പത്തികമായിട്ട് നല്ല സഹായിച്ചു. അങ്ങനെ ആ കാശ് കുറേയൊക്കെ അമ്മയ്ക്ക് വേണ്ടി 1 ലക്ഷത്തോളം രൂപ അമ്മയ്ക്ക് ചിലവായി. അതിനിടയ്ക്ക് പുള്ളിക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അമ്മ ഡോണറായിട്ടെത്തി. ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റലിൽ പോവേ അമ്മയുടെയും മോൻ്റെയും ക്രോസ് മാച്ചിങ് കഴിയുക. അമ്മയ്ക്ക് അതിനിടയ്ക്ക് ഹാർട്ടിലൊരു ബ്ലോക്ക് കണ്ടെത്തി ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി തന്നെ അവിടെ ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. പുള്ളിയുടെ ഹോസ്പിറ്റലിന് വേണ്ടി ആശുപത്രിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയ കാശിൻ്റെ ഏകദേശം നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി. അമ്മയ്ക്ക് ഇനി 3 മാസം റെസ്റ്റാണ്. ഏകദേശം 5 ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ അടുത്തുള്ള ക്ലബ്ബുകാരും നാട്ടുകാരും സഹായിച്ചിട്ടാണ് ഡയാലിസ് ഇതുവരെയും ചെയ്യുന്നത്. അയാളുടെ അമ്മ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായി വന്നു. അവർ ആശുപത്രിയിൽ അതിൻ്റെ പരിശോധനയായി ചെല്ലുമ്പോഴാണ് ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുന്നത് പോലെ അമ്മയുടെ ഹൃദയത്തിൽ തകരാറുണ്ടായി. ബൈപ്പാസ് ചികിത്സ വേണ്ടി വന്നു. അതിൻ്റെ വലിയ എമൗണ്ട് ഈ ചുരുക്കൂട്ടിയ പൈസയിൽ ഒരു വലിയ ഭാഗം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റേണ്ടി വന്നു. ഇപ്പോൾ അയാൾക്ക് ഇനിയിപ്പോൾ കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ അമ്മയുടെ ചികിത്സ പൂർത്തിയാക്കണം, അവരാരോഗ്യം വീണ്ടെടുക്കണം. അതിനുശേഷം കിഡ്നി മാറ്റിവെക്കുമ്പോൾ ഏതാണ്ട് 5 ലക്ഷം രൂപയോളം ചിലവർ എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റലാണ് ചികിത്സയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. 5 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് തന്നെ വേണ്ടി വരും. അത് കഴിഞ്ഞ് 1 വർഷത്തോളം തുടർ ചികിത്സയ്ക്ക് ഫണ്ട് വേണം. വലിയ സാമ്പത്തിക ബാധ്യത. വളരെ ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് സുരേഷിൻ്റെ ഭാര്യ. ചെറിയ വരുമാനം. സഹായിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തുള്ള സുമനസ്സുകളൊക്കെ തന്നെ, അതുപോലെ തന്നെ ഈ ചാനലിൽ ഈ കാരുണ്യം എന്ന പരിപാടി കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാരുണ്യമതികളായ ആളുകൾ, അവരുടെയൊക്കെ തന്നെ വലിയ സഹായം ലഭിച്ചാൽ മാത്രമേ ഈ കുടുംബം നിലനിന്ന് പോകാൻ കഴിയുള്ളൂ. കുടുംബം നിൽക്കുക എന്ന് പറയുമ്പോൾ സുരേഷ് കുമാർ അയാൾ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ ആവശ്യമാണ്. ഞാനാണ് എൻ്റെ മോന് വേണ്ടി കിഡ്നി കൊടുക്കുന്നത്. അതിനുവേണ്ടി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് കാർട്ടിനൊരു ബ്ലോക്ക് ഉണ്ടായെന്ന് അറിഞ്ഞത്. അതിന് വേണ്ടി 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചിലവായി. അതുകൊണ്ട് ഇനി അടുത്ത ഓപ്പറേഷൻ വേണമെങ്കിൽ ഈ പരിപാടി കാണുന്ന എല്ലാ പേരുടെയും സഹായം അത്യാവശ്യമാണ്. അതുപോലെ എനിക്കിപ്പോൾ 1 വർഷം 14 മാസമായി അസുഖം വന്നിട്ട്. ഈ 14 മാസം കൊണ്ട് എല്ലാം കൂടെ 2 ലക്ഷത്തോളം രൂപ എനിക്ക് തന്നെ ഡയാലിസിനായിട്ട് ചിലവായിട്ടുണ്ട്. ഇനി ഈ ഓപ്പറേഷൻ 3 മാസം കഴിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. നവംബർ 1 ഓപ്പറേഷൻ നടക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ പരിപാടി കാണുന്ന എല്ലാവരും സാമ്പത്തികം സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ഭാര്യ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട്. 2 വർഷത്തോളമായി. അവിടെയുള്ള എൻ്റെ മുതലാളിയും അവിടെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് തന്നിട്ടുണ്ട് ഓപ്പറേഷന് വേണ്ടി. അങ്ങനെ അവർ തന്ന അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടി കാണുന്ന എല്ലാ നാട്ടുകാരും എല്ലാ ആൾക്കാരും ഈ പരിപാടി കാണുന്ന മനസ്സുള്ളവരെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുള്ളിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ 1 മാസം തന്നെ 10-15,000 രൂപയുടെ മെഡിസിൻ വേണം ലൈഫ് ടൈം. അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ പുള്ളിയെ നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനാൽ നല്ലവരായ ജനങ്ങളുടെ സഹായം പ്രോഗ്രാം വഴി ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പുതുപ്പെട്ട ആൾക്കാർ കണ്ടു മനസ്സിലാക്കി നമുക്ക് എന്താണ് ചെയ്യാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് നമ്മൾ ചെയ്ത് സഹായിക്കണം. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ ചെറിയ ആൾക്കാർ, അവരുടെ കാതിലും കഴുത്തിലുമുള്ള ചെറിയ ഉരുപ്പടിയൊക്കെ തന്നെ പണയം വെച്ച് കാശ് കൊടുത്തിട്ട് പോലും ആളുകളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തികയാത്തൊരു അവസ്ഥയാണ്. ചെറിയ കുട്ടിയുണ്ട്,
അതുപോലെ തന്നെ സ്വന്തമായി ഭൂമിയില്ല, കിടപ്പാടമില്ല. എല്ലാം കൊണ്ടും ഈ പറയുന്ന പോലെ ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയിലാണ് സുരേഷും അയാളുടെ കുടുംബവും. ഈ ചാനൽ കാണുന്ന, പ്രോഗ്രാം കാണുന്ന കാരുണ്യവതികളായ ആളുകൾ എല്ലാവിധ സഹായവും ഈ കുടുംബത്തിനുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പൊതുപ്രവർത്തകർ നിലയ്ക്കുള്ള ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. അതിനാൽ അടുത്ത മാസം നടക്കുന്ന ഓപ്പറേഷൻ, എറണാകുളത്ത് വെച്ച് നടക്കുന്ന അമ്മയുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന എന്നാൽ അമ്മയ്ക്ക് ഹാർട്ടിന്റെ ബൈപ്പാസിന്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഇദ്ദേഹത്തിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ കിഡ്നി. ആ അവസ്ഥയിൽ ധാരാളം പൈസ ഇനിയും ആവശ്യമായി വരുന്നുണ്ട്. അതിന് നല്ലവരായ ഇത് കാണുന്ന ഓരോരുത്തരും അവരവരാർ കഴിവനുസരിച്ച് അദ്ദേഹത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനി 3 മാസം അമ്മയോടെ റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ തന്നെ വീണ്ടും 3 മാസം കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഈ കിഡ്നി മാറ്റി വയ്ക്കുന്നതിൻ്റെ തുക തന്നെ അതിന് തന്നെ 5 ലക്ഷം രൂപ ചിലവാകുകയാണ്. ഇനിയിപ്പം ഈ നമ്മുടെ നാട്ടിലെ നല്ല അയൽവക്കക്കാരും ബന്ധുക്കളായാലും ഈ പാവപ്പെട്ട ആൾക്കാരായാലും ശരി വന്ന് കൂലിപ്പണി ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ സാമ്പത്തികമായിട്ട് വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം, ഈ കാരുണ്യം എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സഹായം മാത്രമേ ഇത് അദ്ദേഹത്തെ കുടുംബത്തിലെയും ജീവിതത്തിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ നമ്മൾ നാട്ടുകാരും ലേണേഴ്സ് ക്ലബ്ബും പീപ്പിൾസ് ക്ലബ്ബും അവരെല്ലാവരും തന്ന കാശ് കൊണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യും. അവിടെ പോയി അമ്മയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യും. ഇപ്പോൾ അമ്മ 3 മാസം റെസ്റ്റാണ്. അമ്മയ്ക്ക് റെസ്റ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി ആ കിഡ്നി ചേർന്ന് മാറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കാശ് നാട്ടുകാരും എല്ലാവരും, നാട്ടുകാരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് തരാനുള്ള പരമാവധി അവർ തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വേണം ഇതിനുള്ള ചെയ്യാൻ. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി പുള്ളിക്കും പുള്ളിയുടെ കുടുംബത്തിനും മുന്നോട്ടുള്ള ജീവിതത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പരിഭാവനമായ ആതുര സേവനവും ഇക്കാലത്ത് തരം താഴ്ന്ന തനി കച്ചവടവുമായി അധപ്പതിച്ചിരിക്കുന്നു എന്നതിനുള്ള മറ്റൊരു ഉദാഹരണം തന്നെയാണ് ഇത്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയുള്ള വിദഗ്ധ പരിശോധനയിൽ അമ്മയ്ക്ക് വാൾവിന് തകരാറാണെന്നറിഞ്ഞു. പിന്നീട് അതിനുള്ള ചികിത്സയ്ക്കായി 1.5 ലക്ഷം രൂപയോളം ചിലവ് വന്നു. ഇനി 3 മാസത്തെ വിശ്രമത്തിനു ശേഷം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ഒരു മനുഷ്യ ജന്മത്തിൽ സഹിക്കാവുന്ന വേദനകളും കഷ്ടങ്ങളും എല്ലാം സഹിച്ചു കഴിഞ്ഞ സുരേഷ് കുമാറിന് അമ്മ കമലാഭായിയും ഭാര്യയും മകളുമാണ് ഇപ്പോൾ ആകെയുള്ളൊരു സമാധാനവും ആശ്രയവും. അമ്മയുടെ ചികിത്സയ്ക്കും സുരേഷ് കുമാറിന്റെ ചികിത്സയ്ക്കുമായി ലക്ഷങ്ങൾ ചെലവായി കഴിഞ്ഞ അവസ്ഥയിൽ തീർത്തും നിർധനാവസ്ഥയിലുള്ള ഈ കുടുംബത്തിന് ഇനി സുരേഷ് കുമാറിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 5 ലക്ഷം രൂപ ഉടനെ വേണം. തുടർന്ന് ശസ്ത്രക്രിയാനന്തരമുള്ള ചികിത്സയ്ക്കായും മരുന്നുകൾക്കായും 2 ലക്ഷം രൂപ കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും വേണം. സന്മനസ്സുള്ളവർ ഈ കുടുംബത്തിന്റെ ഇന്നത്തെ ദയനീയാവസ്ഥയിൽ കനിഞ്ഞെങ്കിൽ ഇവർക്ക് പ്രതീക്ഷയുടെ നാളുകളിലൂടെ ഇനിയും മുന്നോട്ടു പോകാൻ കഴിയും. അതിനുള്ള അവസരം സർവശക്തൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: സുരേഷ് കുമാർ, TC 16/1197, കാവടി വിളാകത്ത് വീട്, കണ്ണേറ്റുമുക്ക്, ജഗതി, തൈക്കാട്. അക്കൗണ്ട് നമ്പർ 6704831318 SPT ബ്രാഞ്ച് ജഗതി. അക്കൗണ്ട് നമ്പർ 6704831318 SPT ബ്രാഞ്ച് ജഗതി.
ഫോൺ 96 33 83 38 12. ഫോൺ 96 33 83 38 12. സാഞ്ചി കളക്ഷൻസ്, അംബുജവിലാസം റോഡ്, കുന്നംപുറം, ഓൾഡ് GPO, തിരുവനന്തപുരം. താലം ജൂലേഴ്സ്, രാജധാനി ബിൽഡിംഗ്, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം, പോത്തൻകോട്, വെഞ്ഞാറമൂട്. ട്വിൻസ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, ക്യാപിറ്റൽ ടവർ, സ്റ്റാച്യു, ഓപ്പോസിറ്റ് സെക്രട്ടേറിയറ്റ്. True Market, opposite Post Office, Tirumala, Trivandrum. ഷൂസ് ഫോർ യു, മൾട്ടി ബ്രാൻഡ് ഫാമിലി സ്റ്റോർ, പുളിമൂട്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. Girls, the beauty shop and beauty parlor, Capital Tower, statue, opposite Secretariat. The Jewelers, Punnapuram, Trivandrum. Phone 2451387. ബ്രഹ്മശ്രീ അഗസ്ത്യ മഹർഷി നാഡി ജ്യോതിഷ നിലയം, രേവതി ഭവനം, ശാസ്താംകോവിലിന് സമീപം, തൈക്കാട് PO, ട്രിവാൻഡ്രം. ടീം ജ്വല്ലറി, ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഇതുപോലൊരു കുടുംബത്തെ നിങ്ങൾക്കും പരിചയമുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.